കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിൽ. പരിസ്ഥിതി ദുർബല മേഖലയിൽ തടയണ കെട്ടി 3 കിലോമീറ്റർ ടണൽ നിർമ്മിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിക്കെതിരെയാണ് പ്രതിഷേധം. ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണെന്നും പദ്ധതി അനുവദിക്കരുതെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ചെറുകിട ജലവൈദ്യുതി പദ്ധതിക്കെതിരെയാണ് നാട്ടുകാർ ധർണ സംഘടിപ്പിച്ചത്. മാമലക്കണ്ടത്തെ ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിന് സമീപം തടയണ നിർമ്മിച്ച് 3 കിലോമീറ്റർ മല തുരന്ന് ടണൽ വഴി ആദിവാസി ഉന്നതിയായ അനന്തംകുടിയിൽ പവർ ഹൗസ് നിർമ്മിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണിത്. കൊച്ചിൻ ഹൈഡ്രോ പവർ പ്രൈവറ്റ് ലിമിറ്റഡാണ് നിർദ്ദിഷ്ട പദ്ധതി നടപ്പിലാക്കുന്നത്. 7 മെഗാവാട്ട് ഉൽപ്പാദനം പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് 2023 അനുമതി ലഭിച്ചു. നിർമ്മാണ കാലാവധി 2026 ഓഗസ്റ്റിൽ അവസാനിക്കാനിരിക്കെ വനം വകുപ്പിൻ്റെ മാത്രം അനുമതിയാണ് ഇനി ലഭിക്കാനുള്ളത്. 1997 ഉരുൾപൊട്ടിയ പ്രദേശം പാരിസ്ഥിതിക ദുർബല മേഖലയാണെന്നാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലുമുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം ഒഴുക്കിവിടുന്ന അനന്തംകുടിയിൽ വെള്ളപ്പൊക്ക ഭീഷണിയും ഉണ്ടാകാം. വർഷത്തിൽ 6 മാസം പോലും നീരൊഴുക്കില്ലാത്ത പുഴയിൽ പദ്ധതി ആരംഭിക്കുന്നത് പാറകന്നാൻ ലക്ഷ്യമിട്ടാണെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണവും. പദ്ധതിക്കെതിരെ നടന്ന പ്രതിഷേധ ധർണയിൽ 6-ാം വാർഡ് മെമ്പർ KP ഗോപിനാഥ് അധ്യക്ഷനായി. കുട്ടമ്പുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ PC യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും ഇത് പഞ്ചായത്തിന് എതിരായിട്ടല്ല. നമ്മളെ ഇനി മനസ്സിലാക്കേണ്ടത് ഉരുളം തണ്ണിയിലും അതുപോലെ തന്നെ പിണൂർക്കുടിയിലുമുള്ള സാധാരണക്കാരായ ജനങ്ങളോടും കൂടി ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങളോട് പറയുന്നുണ്ട്, അവിടെ വന്നാൽ നിങ്ങൾക്ക് അവിടെ നേരിമംഗലത്തേക്ക് വഴി ഓപ്പണാക്കി തരും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പദ്ധതിയുടെ DPR ഒന്ന് കാണാൻ പറ്റുമോ എന്നെങ്കിലും ശ്രമിക്കുക. അതാ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുള്ളൂ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. ഇത് എവിടുന്ന് കിട്ടുമെന്ന് ശ്രമിക്കുക. ഇവിടെ ഇപ്പം നമുക്കറിയാം, രാവിലെ 8 മണി മുതൽ കമ്പനിയുടെ ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇവിടെ വിവിധ മേഖലയിൽ പരിചയമില്ലാത്ത ആളുകൾ, കമ്പനിയുടെ ആൾക്കാർ നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ വിവരാവകാശമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ DPR തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ക്ലോട്ട് വെച്ചാണ് അവർ സബ്മിറ്റ് ചെയ്തേക്കണേ. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV രാജൻ, മാമലകണ്ടം സംരക്ഷണ സമിതി അംഗങ്ങളായ KM ശശി, ആരോമൽ MS, ബിബിൻ ബാലചന്ദ്രൻ, EP ജയേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.